الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും അള്ളാഹുവിന് വേണ്ടി നാളെ നമ്മൾ എന്ത് കർമ്മങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നതിനെ പറ്റി എപ്പോഴും തിരിഞ്ഞു നോക്കണമെന്നും പുനർചിന്തിക്കണമെന്നും ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. പരലോകത്ത് വിശ്വാസികൾ തിരിച്ചെത്തുമ്പോൾ സ്വർഗപ്രവേശം ലഭിക്കുന്ന ആളുകൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അൽഹംദുലില്ലാഹ് വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് ആ പ്രാർത്ഥനയെ പറ്റി ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അവരുടെ പ്രാർത്ഥന, അവസാനത്തെ ഒടുവിലത്തെ പ്രാർത്ഥന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന അൽഹംദുലില്ലാഹ് നമ്മളെപ്പോഴും ചൊല്ലാറുണ്ട്. ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ പോലും അൽഹംദുലില്ലാഹ് ചൊല്ലണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ ജീവിതത്തിൽ എന്തൊരു കാര്യം ലഭിച്ചാലും അതിന് അൽഹംദുലില്ലാഹ് ചൊല്ലണം. ആ ഒരു നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു നേട്ടമാണ്, പ്രതിഫലമാണ് അള്ളാഹുവിന്റെ ജന്നത്തുൽ ഖുൽദ്. ആ ജന്നത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് കടന്നു വരാനുള്ള ഒരു നല്ല ജീവിതം അല്ലാഹു തആല എനിക്ക് ദുനിയാവിൽ വെച്ച് നൽകിയല്ലോ, അതിനാണ് ആ അൽഹംദുലില്ലാഹ്. നാം ജീവിച്ചിരിക്കുന്ന കാലത്ത്
ഇവിടെയുള്ള ഈ ആയുഷ്കാലത്ത് നല്ലത് ചെയ്ത് സ്വർഗത്തിന്റെ അവകാശിയായി തീരാൻ സാധിച്ചിട്ടുണ്ടെന്നതിലുള്ള സന്തോഷപ്രകടനമാണ് അൽഹംദുലില്ലാ. അങ്ങനെ സന്തോഷപ്രകടനം നടത്താൻ നമ്മൾ എന്തെങ്കിലും നല്ലത് ബാക്കി വെച്ചിട്ടുണ്ടോ എന്നതാണ് അല്ലാഹു വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണേ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്താണെന്ന് നോക്കണം. അൽഹംദുലില്ലാ ചെല്ലാൻ പറ്റുന്നതാണോ, അതല്ല പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് സ്വയം ശപിക്കാൻ കാരണമാകുന്ന ജീവിതമാണോ നമ്മൾ ഇവിടെ നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന് നോക്കണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. അള്ളാഹു അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു തരുന്നവനും, ഇന്നല്ലാഹ ബിമാ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അറിയുന്നവനുമാണ്. അപ്പൊ നമ്മളൊരു അൽഹംദുലില്ലാ ചെല്ലാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജീവിതത്തെ ആയിരിക്കണം ഇവിടെ നിന്ന് അതുണ്ടായിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകൃതിയാ വരുന്ന, അറിയാതെ വരുന്ന, അല്ലെങ്കിൽ മനുഷ്യ സ്വഭാവത്തിൽ വരുന്ന തെറ്റുകൾക്കൊക്കെ അല്ലാഹു തആല അത് പുറത്തു തരുമെന്നും ഓരോ തിന്മയുടെയും പിന്നിൽ ഹസനാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തിന്മകൾ ചെയ്യാത്തവനെ പോലെ അള്ളാഹു അത് മായ്ച്ചു കളയുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കും. ഇല്ലൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, ഒരുപാട് നന്മകൾ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപാട് തിന്മകൾ ചെയ്ത് കൂട്ടിയവനാണെങ്കിൽ പോലും ആ സൽക്കർമ്മങ്ങൾ അതിനെ ഇല്ലാതെയാക്കി കളയും എന്ന വചനം. അതുപോലെ നന്മ ചെയ്യുന്നത് മനുഷ്യന്മാർക്ക്, നമ്മുടെ ഇബാദത്തുകൾ അത് ഹസനത്താണ്. മറ്റുള്ളവർക്കുള്ള സഹായങ്ങൾ, ദാനധർമ്മങ്ങൾ, മാതാപിതാക്കളോട്, ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട്, കുടുംബങ്ങളോട്, മക്കളോടുള്ള നല്ല ബന്ധം, എല്ലാ മനുഷ്യരോടുമുള്ള നല്ല ബന്ധം, ജീവജാലങ്ങൾക്ക് നന്മ കരുണ ചെയ്യുന്നത് പോലും നമ്മുടെ ഹസനാത്തിന്റെ കൂട്ടത്തിലാണ് അല്ലാഹു തആല എണ്ണിയിട്ടുള്ളത്. അപ്പൊ ഈ തരത്തിലുള്ള ഒരു ഹസനാത്ത് നിറഞ്ഞ ജീവിതത്തിനെ ആയിരിക്കണം നമ്മൾ മുന്നിൽ കാണേണ്ടത്. അങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ മനസ്സിന് സന്തോഷം നൽകേണ്ടത്. ഇന്ന് ഇല്ല തെറ്റുകൾ ചെയ്തതിൽ സന്തോഷിക്കുന്നു, ഇന്ന് ഈ ജീവിതം ഇങ്ങനെ അടിച്ചു പൊളിച്ചതിൽ സന്തോഷിക്കുന്നു എന്നല്ല. ഇന്ന് വൈകുന്നേരമാകുമ്പോൾ ഒരുപാട് നന്മകൾ ചെയ്യാൻ എനിക്ക് സാധിച്ചല്ലോ, ഒരുപാട് മനുഷ്യന്മാർക്ക് നല്ല വാക്കെങ്കിലും പറയാൻ എനിക്ക് സാധിച്ചല്ലോ എന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. മൻ സറത്തുഹു ഹസനത്തുഹു വസാഅത്തുഹു സയ്യിഅത്തുഹു ഫഹുവ മുഅ്മിൻ എന്ന ഹദീസ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. ഒരാൾ ചെയ്യുന്ന നന്മകൾ അയാൾക്ക് മനസ്സിൽ സന്തോഷമുണ്ടാക്കുകയും അയാൾ ചെയ്യുന്ന തിന്മകൾ അയാൾക്ക് മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കി വേണ്ടിയില്ലായിരുന്നു എന്ന ഒരു മനസാക്ഷിക്കുത്തുണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവനാണ് സത്യവിശ്വാസി എന്ന്. നേരെ മറിച്ച് അങ്ങനെയൊരു നന്മ ചെയ്തിട്ടൊരു സന്തോഷവും തിന്മ ചെയ്തത് കൊണ്ടൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ജീവിക്കുന്നവനെ പറ്റിയാണ് അല്ലാഹു വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. ദുർമാർഗികൾ തെറ്റ് ചെയ്യാത്തവരാണ് എന്നല്ല, ചെയ്യുന്ന തെറ്റുകൾ പശ്ചാത്തപിച്ച് മടങ്ങി എപ്പോഴും ഒരു മറവി പറ്റി വലാ തകൂനു കല്ലദീന നസുല്ലാഹ, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുക, ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് വേർതിരിക്കാതെ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുകയും അങ്ങനെ സ്വന്തം ശരീരങ്ങളെ മറക്കുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. സഹോദരങ്ങളെ, ഒരു വർഷത്തിന്റെ അവസാനത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2025 നമ്മിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ്. ഒരുപക്ഷെ ക്രിസ്തുവർഷം കണക്കാക്കുന്ന, വയസ്സ് കണക്കാക്കുന്നവർക്ക്, മറ്റു കാര്യങ്ങളിൽ കൊല്ലം കണക്കാക്കുന്നവർക്ക്, ജീവിതത്തിലൊക്കെ അങ്ങനെയാണല്ലോ.
എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കൊല്ലമായി, അല്ലെങ്കിൽ ഉമ്മ മരിച്ചിട്ട് ഇത്ര കൊല്ലമായി, അല്ലെങ്കിൽ ഞാൻ ഹജ്ജിന് പോയിട്ട് ഇത്ര കൊല്ലമായി, ഇന്ന കൊല്ലമാണ്. ഇനി അങ്ങനെ ഓരോ ജീവിതത്തിലും നമ്മൾ കണക്കാക്കുന്നതിന് കൊല്ലമാണ്. ഒരു വിശ്വാസിയുടെ ആയുസ് കണക്കാക്കുന്ന കൊല്ലം ഹിജ്റ വർഷമാണ്. എന്നാലും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ബഹുഭൂരിപക്ഷം കാര്യങ്ങൾക്കും കണക്കാക്കുന്ന ഒരു പുതിയ കൊല്ലം, ഒരു പഴയ കൊല്ലം അവസാനിച്ച് പുതിയ കൊല്ലത്തിലേക്ക് നമ്മൾ കാലെടുത്തുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ, എന്താണ് 25 ഞാൻ പിന്നിട്ടത്, എങ്ങനെയാണ്, എനിക്ക് വല്ലതും നല്ലതൊക്കെ ചെയ്തു വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഒരു തിരിഞ്ഞു നോക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നോട്ടുള്ള പോക്കിന് ഏറ്റവും നല്ലത്. ഇങ്ങനെ തിരിഞ്ഞു നോക്കണം. അപ്പൊ ആ തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ ജീവിതത്തില് ഉള്ള തിന്മകൾ, തെറ്റുകൾ, ചെയ്തിരുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമുക്കൊരു ഒരു 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 മാർഗം വരും. എപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോ വന്ന വഴി ശരിയല്ലെങ്കിൽ വേറെ വഴി മാറി പോകണം എന്ന ഒരു ബോധം എനിക്കിനി എത്ര വഴി പിന്നിട്ടും എത്ര കൂടി ഉണ്ടാകും അത് ഏതായാലും അറിഞ്ഞുകൂടാ. ഇത്ര വർഷം കൂടി ഉണ്ടാകും, പക്ഷെ ഇത്ര വർഷം പിന്നിട്ടു എന്ന് നമുക്ക് ബോധ്യമുണ്ടല്ലോ. ആ പിന്നിട്ടതിനെ പറ്റി വിലയിരുത്താനുള്ള ഒരു സമയമാണ് ക്രിസ്തുവർഷം കണക്കാക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ ഹിജ്റ വർഷം കണക്കാക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് വിശുദ്ധമായ 4 മാസങ്ങളിൽ ഒരു മാസത്തിന്റെ തുടക്കമാണ് റജബ്. റജബ് മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു കഴിഞ്ഞു. മുൻഗാമികളായ ആളുകൾ പറയാറുണ്ടായിരുന്നു, റജബ് ലിസ്സർഇ വശഅബാൻ ലിസ്സഖി വറമളാൻ ലിൽഹസാദ്. അവരുടെ ജീവിതത്തെ അവർ കണക്കാക്കിയിരുന്നത് റജബ് കൃഷി ചെയ്യാനുള്ള, വിതക്കാനും വിത്ത് വിതക്കാനുള്ള കാലമാണ് റജബ്. എന്നാൽ ശഅബാൻ അത് മുളച്ചു വരുമ്പോ നനച്ചു കൊടുക്കാനുള്ള കാലമാണ് ശഅബാൻ. കർഷകന്മാരായിരുന്നല്ലോ അറബികൾ. അപ്പൊ അവർ ആ കൃഷിയുമായി ബന്ധപ്പെടുത്തി അവരുടെ കാലാവസ്ഥയെയും അവരുടെ മാസങ്ങളെയും അല്ലാഹു തആല നിശ്ചയിച്ചു. റജബ് ലിസ്സർ 4 മാസം. ഇന്ന ഇന്നത്തെ ഷൂരി ഇന്നല്ലാഹി 12 മാസത്തിൽ 8 മാസവും അവര് കൊന്നും അടിച്ചും കുത്തിയും അങ്ങനെ യുദ്ധത്തിലാണ് അവർ ജീവിച്ചത്. അങ്ങനെയാണ് ആ ജാഹിലിയ്യ കാലഘട്ടം കഴിഞ്ഞു പോയത്. ഗോത്രവർഗങ്ങളും മറ്റു സമൂഹങ്ങളുമായിട്ടൊക്കെ യുദ്ധങ്ങളും സ്വന്തം താല്പര്യത്തിന് വേണ്ടി കൊലപാതകങ്ങളും നാശങ്ങളൊക്കെ നടത്തിയിരുന്നൊരു സമൂഹം. പക്ഷെ റജബ് മാസമായാൽ എല്ലാം നിർത്തിയേക്കും. കാരണം അർബഅത്തുൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ തന്നെ ആചരിച്ചു വന്നിരുന്ന ഒരു മാസമാണ് റജബ്. അത് വിശുദ്ധ മാസമാണ്. ആയുധങ്ങളൊക്കെ കഴുകി തുടച്ച് ഉറയിലിട്ട് സൂക്ഷിക്കുന്ന മാസമാണ് റജബ്. പിന്നീട് ദുൽഖഅദ മാസം, ദുൽഹജ്ജ് മാസം, മുഹറം മാസം, 4 മാസങ്ങളാണ് വിശുദ്ധ മാസങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ ഇവര് റജബ് കൃഷി ചെയ്യാനുള്ളതാണ്. അതിന് തൊട്ടടുത്ത മാസം അത് നനച്ചു കൊടുക്കാനുള്ളതാണ്. എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരുക്കം. 2 മാസവും കൂടി കഴിഞ്ഞാൽ റമദാനിലേക്കാണ്. റമദാൻ ലിൽ ഹസാദ്, കൊയ്യാനുള്ള മാസമാണ്, കൊയ്തെടുക്കലാണ്. അപ്പൊ സൽക്കർമ്മങ്ങളെ പറ്റി ആലോചിക്കാനും ഞാൻ റജബിലേക്ക് എത്തി, എന്റെ ഈ ഒരു വർഷത്തിന്റെ പകുതി പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു വിശുദ്ധ മാസത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് പൂർവികന്മാരായ ആളുകൾ റജബിനെ പറ്റി പറയുമ്പോൾ കാണാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാലോ, ഓരോ മാസവും ഓരോ ദിവസവും ഓരോ സമയവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ല പുണ്യമുള്ള സമയങ്ങളാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇസ്തിജാബത്തു ദുആ, നിങ്ങൾ എന്താണ് അള്ളാഹുവിനോട് ദുന്യാവാണോ, ദുന്യാവ് അള്ളാഹുവിനോട് ചോദിക്ക്, ആഖിറമാണോ അത് ചോദിക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്ക്. അതിന് ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ഏറ്റവും പ്രധാനമായത് രാത്രിയിലെ മൂന്നിൽ 2 ഭാഗം പിന്നിടുകയും രാത്രിയിലെ അവസാനത്തെ 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ അത്താഴ നേരം എഴുന്നേറ്റിരുന്ന് നമസ്കരിക്കാനും
കൂടുതൽ അള്ളാഹുവിനോട് എന്ത് ചോദിക്കാനുമുള്ള സമയമാണ്. അള്ളാഹു തആല പ്രത്യേകം ഉത്തരം ചെയ്യുന്ന സമയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സുലുസുൽ ലൈലിന്റെ അവസാനത്തെ രാത്രി, അവസാനത്തെ 1/3 ഭാഗം. രണ്ടാമതൊന്ന് ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ ഇടയിലുള്ള സമയം എത്ര കുറച്ചാണെങ്കിലും എത്ര ദീർഘമാണെങ്കിലും ഈ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുത്താൽ പള്ളിയിലെത്തി അല്ലെങ്കിൽ നേരത്തെ മുസല്ലയിലെത്തി ഒന്നുവെടുത്ത് സുന്നത്ത് നമസ്കരിച്ച് ഇഖാമത്തിന്റെ മുമ്പായിട്ടുള്ള കുറച്ചു നേര സമയം അത് ഏറ്റവും കൂടുതൽ ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ചില സമയങ്ങൾക്ക് ചില പുണ്യങ്ങൾ അല്ലാഹു പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. അസ്സുജൂദ്, നിങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുജൂദിൽ കടന്ന്, ഒറ്റക്കാണെങ്കിൽ ഇമാമും മാമുമാകുമ്പോൾ പറ്റൂല്ലോ, അപ്പൊ ഒറ്റക്കാണെങ്കിൽ സുജൂദിൽ കടന്ന് കൂടുതൽ പ്രാർത്ഥിക്കുക. കാരണം അഖ്റബുമായ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ, റബ്ബുമായി ഏറ്റവും കൂടുതൽ അടുത്ത സമയം സുജൂദാണ്. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണോ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അത് വാചകത്തിൽ കൂടിയാണെങ്കിൽ വാചകത്തിൽ കൂടി, ഇനി മനസ്സുകൊണ്ടാണെങ്കിൽ മനസ്സുകൊണ്ട് ദീർഘമായി പ്രാർത്ഥന. അള്ളാഹുവിന് ഭാഷയല്ലല്ലോ, അള്ളാഹുവിനോടുള്ള ആ വിചാരമാണ്. ആ വിചാരത്തിൽ കൂടിയുള്ള പ്രാർത്ഥന ദീർഘിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ ദുബുറു സലവാത്തിൽ മക്തൂബ, ഫർദ് നമസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥന. പല ആളുകളും ഫർദ് നമസ്കാരത്തിന്റെ ശേഷം ഇമാമ് തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യുകയും മൗമൂമികളെല്ലാം ആമീൻ പറയുകയും ചെയ്യുന്ന ഒരു ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല നിസ്കാരത്തിന്റെ ശേഷം. എന്നാൽ മറ്റു പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കലും ആമീൻ പറയലും നബി കൽപ്പിച്ചിരുന്നു, അത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഫർദ് നമസ്കാരത്തിന്റെ ശേഷം ഓരോ, കാരണം ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയമായതുകൊണ്ട് ഇമാമിന് വേണ്ടി പ്രാർത്ഥിക്കുക, മഅ്മൂമിങ്ങൾ അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൈ ഉയർത്തി പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാം. അതല്ല അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി നടന്നും വണ്ടി ഓടിച്ചും ഒക്കെ നമ്മൾ പ്രാർത്ഥനയുടെ സമയമാണ്. പലപ്പോഴും നമ്മൾക്ക് നഷ്ടപ്പെടുന്ന ഏറ്റവും നിത്യജീവിതത്തിൽ എളുപ്പത്തിൽ കിട്ടുന്ന സമയമാണ് ദുബുറു സലവാത്തിൽ മക്തൂബ. നിസ്കാരത്തിന്റെ ശേഷം, ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന അല്ലാഹു തആല പ്രത്യേകമായി കേൾക്കുമെന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ അവസാനം, ഈ ദിവസം, ഈ പകൽ അവസാനിക്കാറാകുന്ന അസറിന്റെയും അസർ കഴിഞ്ഞ് മഗ്‌രിബിനോടടുത്ത ആ സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു മനുഷ്യരെ കൊണ്ട് കഴിയാത്ത ഒരു വല്ലാത്ത കുദറത്താണ്. മഴ മുകളിൽ കൂടി നമ്മുടെ തലക്കുമീതെ വർഷിക്കുന്നു. ആ മഴ വർഷിക്കുമ്പോൾ അതുപോലെ എന്റെ ജീവിതത്തിലും റഹ്മത്ത് വർഷിച്ചു തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര പോകുമ്പോൾ ആ യാത്രക്കാരന്റെ പ്രാർത്ഥന അല്ലാഹു തആല കൈ മടക്കുകയില്ല, അത് തട്ടിക്കളയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള നമ്മുടെ നിത്യജീവിതത്തിലെ സമയങ്ങൾ, അതുപോലെയുള്ള സമയങ്ങളാണ് ഹുറും, ഹറാമായ വിശുദ്ധ മാസങ്ങൾ. യുദ്ധം ഹറാമായ വിശുദ്ധ മാസങ്ങളിൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. ഫകുല്ലു ഇഫ്അലുൽ ഖൈറ ദഹറക്കും, കാലാകാലവും നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. വതഅറദു ലിനഫഹാത്തി റഹ്മത്തില്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് ചിലപ്പോൾ കൂടുതൽ അടിച്ചു വീശുന്ന സമയമുണ്ട്. ആ സമയം നിങ്ങൾ ഇബാദത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി പ്രത്യേകം വിനിയോഗിക്കണം. നഫഹാത്ത് എന്ന് പറഞ്ഞാൽ നല്ല മന്ദമാരുതൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൂടുതൽ അടിച്ചു വീശുന്ന സമയം. അവിടെ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഫഇന്ന ലില്ലാഹി നഫഹാത്തിൻ, അള്ളാഹുവിന് ചില നല്ല റഹ്മത്ത് അയച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രത്യേക സമയങ്ങളുണ്ട്. നഫഹാത്തിൻ റഹ്മത്തി, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നഫഹാത്തുകളുണ്ട്. യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി,
അവന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ റഹ്മത്ത് കൊണ്ട് അല്ലാഹു തആല കാറ്റടിച്ച് വീശുമ്പോൾ അത് അല്ലാഹു തആല നൽകും, ആ റഹ്മത്ത് നൽകും. വസലുല്ലാഹ അൻ യസ്തുറ ഔറാത്തിക്കും, നിങ്ങളുടെ വൈകല്യങ്ങൾ മറച്ചു വെക്കാനും വഅൻ യുഅമ്മിന നിങ്ങൾക്ക് നിർഭയത്വം തരാനും ഒക്കെ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണ് നമ്മുടെ മുമ്പിൽ കൂടി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നന്മയിൽ മുന്നേറുക. ഇലല്ലാഹി മർജിഉക്കും ജമിയ, നിങ്ങളെല്ലാം അള്ളാഹുവിങ്കലേക്കാണ് മടക്കപ്പെടുക. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ എന്തൊക്കെ കാര്യത്തിൽ ഭിന്നിച്ചിരുന്നോ അതിൽ നിന്നൊക്കെ അതിനെപ്പറ്റിയൊക്കെ അള്ളാഹു നിങ്ങളോട് പറഞ്ഞു തരും. അതാണ് അള്ളാഹു തആല ഇതിൽ കൂടിയൊക്കെ ഇതൊന്നും നമുക്ക് ചെലവില്ലതോ നമ്മളെ എന്തെങ്കിലും സൗകര്യങ്ങളോ അതൊന്നും നീക്കി ചരിച്ചു വെക്കേണ്ടതോ മറ്റൊന്ന് ഒഴിച്ചു വെക്കേണ്ടതോ അല്ല. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന, നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന മാസങ്ങളും സമയങ്ങളും വിചാരങ്ങളും ചിന്തകളുമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം. വിശ്വാസികളെ, നിങ്ങൾ സൂക്ഷിക്കുക, നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ. നിങ്ങൾ സൂക്ഷിക്കുക, അള്ളാഹു എല്ലാം സൂക്ഷ്മമായി നിങ്ങളെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ മറന്ന് ജീവിക്കരുത്. അള്ളാഹുവിനെ മറന്നാൽ നിങ്ങളെ തന്നെ നിങ്ങൾ മറന്നുപോകും. നിങ്ങൾ എവിടേക്കാണ്, എന്താണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന കാര്യം പോലും നിങ്ങൾക്ക് മറവി പറ്റും. അങ്ങനെയുള്ളവരായിരിക്കും ദുർമാർഗികളാകുക. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, റജബ് മാസം ഒരു നന്മയുടെ തുടക്കത്തിലേക്കുള്ള കാൽവെപ്പാണ്, വിത്ത് വിതക്കുന്ന മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതല്ലാതെ റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു ആരാധനയോ പ്രത്യേകമായ ഒരു നോമ്പോ പ്രത്യേകമായ ഒരു നമസ്കാരമോ പ്രത്യേകമായ എന്തെങ്കിലും ഇബാദത്തുകളോ നിക്റുകളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഒരു ഹദീസിലും സഹിയായി വന്നിട്ടില്ല. ഓരോ നാട്ടിലും ഓരോ പ്രദേശത്തും റജബുമായി ബന്ധപ്പെട്ട് ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. സലാത്തുർ റഗായിബ്, ആഗ്രഹങ്ങൾ തീർക്കാനുള്ള നമസ്കാരം മനുഷ്യന്റെ ആഗ്രഹം തീർക്കാനല്ല. എനിക്കൊരു 10 ഏക്കർ തെങ്ങും തോട്ടവും അതിൽ നല്ലൊരു മാളികയും ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് കുറച്ച് നിസ്കരിച്ചാൽ മതി എന്ന് പറ്റൂല. നമ്മുടെ ബാധ്യത തീർക്കാനാണ് നമസ്കാരം, ആഗ്രഹങ്ങൾ തീരാനില്ല. അതിനെ കുറിച്ച് ആഗ്രഹങ്ങൾ തീരാൻ നമ്മൾ നല്ല സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. പക്ഷെ ആളുകൾ റജബ് മാസം ആയിക്കഴിഞ്ഞാൽ സലാത്തുർ റഗായിബ് എന്ന നമസ്കാരത്തിന് പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരു നിസ്കാരം ഇല്ല, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, സഹാബിമാരങ്ങനെ ചെയ്തിട്ടില്ല. റജബ് മാസത്തിൽ ഈ അടുത്ത കാലത്തായിട്ടാണ് ഒരു പ്രത്യേക നോമ്പ്, ചെറിയ കുട്ടികളെ പോലും നോൽപ്പിക്കുന്ന ഒരു നോമ്പ് ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, സഹാബിമാര് ചെയ്തിരുന്നില്ല, സലഫു സാലിഹീങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു നോമ്പ് വന്നിട്ടില്ല. നേരെ മറിച്ച് നോമ്പുള്ളത് എന്താണ്? അത് തിങ്കളാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസം, അതുപോലെ ഓരോ മാസത്തിന്റെയും 11, 12, 13, 14, 15 അയ്യാമുൽ ബീദ്,
അതുപോലെ അറഫാ നോമ്പുകൾ നമുക്ക് നിശ്ചയിക്കപ്പെട്ട 9ഉം 10ഉം അതല്ലെങ്കിൽ അതൊന്നും അല്ലെങ്കിലോ എല്ലാ ദിവസവും ഇടവിട്ട് നോൽക്കുന്നത് പുണ്യമാണ്. പക്ഷെ റജബ് നോമ്പ് എന്നൊരു നോമ്പ് നിശ്ചയം പ്രത്യേകമായ ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നിട്ടില്ല. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ വേണ്ട സുന്നത്തുകൾ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാവുകയും ബിദ്അത്തുകൾ സൽസ്ഥാനത്ത് കയറി വരികയും ചെയ്യുന്നു എന്നതാണ്. അതുപോലെ മെഹറാജ് ആഘോഷം, മെഹറാജ് ഉണ്ടായത് റജബിലാണ് എന്നതിന് പ്രാമാണികമായ ഒരു തെളിവുമില്ല. ഇസ്രാഉം മിഹ്റാജും റജബ് മാസത്തിലാണ് എന്ന് കുറെ അധികം പണ്ഡിതന്മാര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നതൊഴിച്ചാൽ നബിയോ സഹാബിമാരോ ഇന്ന മാസമാണ് ഇതുണ്ടായത് എന്ന് സഹിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വചനങ്ങളോ ഹദീസുകളില്ല. പക്ഷെ ഏകദേശം സാഹചര്യങ്ങളും നബിയുടെ ജീവിതത്തിന്റെ ആ കാലഗതിയും അനുസരിച്ച് നോക്കുമ്പോൾ റജബിലാണ് എന്ന ചില ചരിത്രങ്ങൾ ചരിത്ര കാര്യങ്ങൾ പല പണ്ഡിതന്മാരും അഭിപ്രായം മാത്രമാണ്. എന്നാൽ ആ ഒരു റജബിലാണ് മിഹ്റാജ് എന്ന് വരുത്തി തീർത്ത് വലിയ റജബ് ആഘോഷങ്ങൾ ലോകത്ത് കൂടുതൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. മൗലിദ് നബി ആഘോഷിക്കുന്ന പോലെ റജബ് ആഘോഷങ്ങൾ കൂടുതൽ മിഹ്റാജും നമ്മുടെയൊക്കെ നാടുകളിൽ പ്രത്യേകിച്ചും അതിന് പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെയും ഒരുപാട് വിദഅത്തുകൾ. ഇതൊന്നും അല്ല. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിലേക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, റജബ് മാസത്തിൽ നോമ്പ് നോറ്റ് നടക്കുന്ന ആളുകളുടെ കൈ പിടിച്ചിട്ട് അടിച്ചിരുന്നു അദ്ദേഹം. പോയി ഭക്ഷണം കഴിക്കും. റജബിലൊരു നോൽപ്പില്ല, ഇത് നോറ്റോ, സുന്നത്ത് നോൽപ്പ് നോറ്റോ. എന്നിട്ട് കയ്യിന് അക്കുഫ്, കൈകൾക്ക് അടിച്ചിരുന്ന കൈകൊണ്ടാണുള്ള ഭക്ഷണം കഴിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അതിന് കാനയും ഉമർ റളിയല്ലാഹു അൻഹു യദ്രിബു അക്കുഫർ റിജാൽ ഹത്താ യളഉഹാ ഫിത്ആം, ഭക്ഷണത്തിലേക്ക് കൈവെക്കാൻ വേണ്ടി കയ്യിന് അടിച്ചിരുന്നു. കാരണം നബി പഠിപ്പിക്കാത്ത ഒരു ബിദ്അത്ത്, നബി പഠിപ്പിക്കാത്ത ഒരു നോമ്പ്, അത് ജനങ്ങൾ ചെയ്യുന്ന ആചാരങ്ങൾ പൂർവ്വകാലം മുതലേ ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ തരത്തിലുള്ള ആചാരമല്ല. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും പ്രാർത്ഥിക്കാനും ഒരു കൊയ്ത്തുമാസം, ഒരുപാട് കൊയ്തെടുക്കുന്ന മാസം എന്ന് പറഞ്ഞാൽ റമദാൻ വരുന്നുണ്ട്, അതിന് ഞാനൊന്ന് ഒരുങ്ങണം എന്നുള്ള ഒരു ഒരുക്കത്തിന്റെ മാസം എന്ന് അതിന്റെ ഹദീസുകളല്ല. മഹാന്മാരായ ആളുകൾ പണ്ട് റജബ് അത് വിത്ത് വിതക്കുന്ന മാസമാണ്, ശഅബാൻ അത് വെള്ളം നനയ്ക്കുന്ന മാസമാണ്, റമദാൻ അത് കൊയ്യുന്ന മാസമാണ്, കൊയ്തെടുക്കുന്ന മാസമാണ് എന്ന ആ അവരുടെ ജീവിതത്തിന്റെ ഒരു ശൈലി പറഞ്ഞു എന്നത് മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിൽ മനസ്സംതൃപ്തി അടഞ്ഞ് എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, മരിച്ചുപോയാൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന ഒരു സന്തോഷത്തോടു കൂടി മരിക്കാൻ നമ്മൾ നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കുക, ക്രമീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് അള്ളാഹു ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ സഹോദരികൾക്കും മാതാപിതാക്കൾക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കും എല്ലാം അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സഹോദരങ്ങളെ, നേപ്പാളിൽ നിന്ന് ഒരു സഹോദരൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ പല ആളുകൾക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. ഒരു യതീമുകളും മിസ്കീന്മാരുമായ കുട്ടികൾക്ക് അവിടെയൊക്കെ ദീനീ പഠനം തന്നെ, പ്രാഥമിക പഠനം തന്നെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ്. അവർക്ക് പഠിക്കാൻ ബെഞ്ച് വേണം, യതീമുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഭക്ഷണം വേണം. അങ്ങനെയൊക്കെയുള്ള നിത്യ ചെലവും പഠനാവശ്യങ്ങൾക്ക് വേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത്. വിശ്വാസയോഗ്യമായി ആ സ്ഥലങ്ങളൊക്കെ കണ്ടുവന്ന ആളുകളാണ് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. എല്ലാവരും ഇന്നത്തെ അദ്ദേഹത്തിന് നമ്മുടെ ഒരു പിരിവ് അത് അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാനോ വസ്ത്രത്തിനോ അല്ലെങ്കിൽ ഒരു ഇരിക്കാനുള്ള ഒരു ബെഞ്ചെങ്കിലും നമ്മളെ കൊണ്ട് കിട്ടിയാൽ അത് വലിയ ഹൈറാകുമല്ലോ, നാളെ ഒരു മുതൽക്കൂട്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. അള്ളാഹു
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.